ജിഷ്ണു പ്രണോയിയുടേത് വെറുമൊരു ആത്മഹത്യ മാത്രമായിരുന്നില്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ തന്നെയായിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്നത്തെ ദിവസം നെഹ്റു കോളേജ് ചെയർമാൻ കൃഷ്ണദാസിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. വൈസ് പ്രിൻസിപ്പൽ NK ശക്തിവേൽ, PRO സഞ്ജിത് വിശ്വനാഥൻ എന്നിവരടക്കം 5 പേരാണ് പ്രതികൾ. ഇവർ ഒളിവിൽ പോയതിനെ തുടർന്ന് അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടതായി ജിഷ്ണുവിന്റെ ജന്മനാട്ടിൽ നിന്ന് പ്രതിഷേധത്തിനെത്തിയ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പ്രതികരിച്ചു. ഏതായാലും ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്നും പ്രതിൻ സാജ് കൃഷ്ണ SFI നേതാവ് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ പ്രൊഫസർ ഗോപിനാഥൻ, ഒപ്പം മറ്റ് അതിഥികളും ചേർന്നതാണ്. എന്നാലും കേരളത്തിലുടനീളമുള്ള സ്വാശ്രയ കലാലയങ്ങളെ ശബ്ദിക്കാനായി പ്രചോദനമായത് ജിഷ്ണു പ്രണോയി എന്ന മിടുക്കനായ വിദ്യാർത്ഥിയുടെ വിയോഗമായിരുന്നു. അവിടെ അന്ന് അവൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അന്ന് ആദ്യം മുതൽക്ക് തന്നെ ആരോപിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ വ്യക്തമാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനി വേണ്ടത് ജിഷ്ണുവിന് മരണത്തിനപ്പുറവും നീതി ലഭിക്കണം. അതിന് വേണ്ടത് നമ്മളുടെ കലാലയങ്ങളിൽ ഇനി ഇത് സംഭവിച്ചുകൂടാ. ആക്കപ്പെട്ടവർ, അതായത് പ്രതികളായി ഉള്ളവർ, അവർ കൃത്യമായി തന്നെ ശിക്ഷിക്കപ്പെടണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ആയാലും ഈ ഒരു വിഷയം വലിയ പ്രക്ഷോഭമായി നമ്മുടെ കലാലയങ്ങളിലേക്ക് വീണ്ടും ഉയർന്നു വരികയാണ്. അതിൻ്റെ സൂചകങ്ങളായി തന്നെയാണ് വിദ്യാർത്ഥി പ്രതിനിധികളും സംഘടനകളുമൊക്കെ ഇതിലേക്ക് കൂടുതലായി ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായൊക്കെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രതിൻ സാജ് കൃഷ്ണ, ഒരുപക്ഷെ കൂടുതൽ ഉണർന്ന് ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ട ഒരു ഘട്ടമാണ് SFIയെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയായിരിക്കും ഇതുവരെയും ഈ വിഷയത്തിൽ ഇടപെട്ടതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയം? ശക്തമായി ആ കലാലയത്തിനകത്ത് ഇത്രയും വിഷയങ്ങൾ നടന്നിട്ടും മാനേജ്മെന്റ് ധിക്കാരപരമായിട്ടാണ് വിദ്യാർത്ഥികളുടെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത്. അതായത് കലാലയം തുറന്നു പ്രവർത്തിക്കുന്നതിന് വേണ്ടിയോ വിദ്യാർത്ഥികളുടെ പഠനം ഈ നടന്ന ഭീഷണിക്ക് അപ്പുറമായി നിന്നുകൊണ്ട് സുഗമമായ പഠനം സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയോ തയ്യാറാകാതെ ആ കലാലയത്തിനകത്ത് ജിഷ്ണുവിന് നൽകേണ്ട നഷ്ടപരിഹാരം അടക്കം നൽകാതെ വളരെ ക്രൂരമായ, നിലവിൽ എങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതേ നടപടി തന്നെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നായിരുന്നു ആ മാനേജ്മെന്റ് സ്വീകരിച്ചിരുന്ന നടപടി. അതിനെതിരെ ശക്തമായ പ്രക്ഷോഭമായിട്ടാണ് SFI മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിലവിലെ ഈ കേസുമായി ബന്ധപ്പെട്ടടക്കമുള്ള കാര്യങ്ങൾക്കകത്ത് നിലവിൽ അന്വേഷണം തൃപ്തികരമായ രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ അതിലുപരിയായി നിന്നുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഈ നേരത്തെ മുമ്പ് പറഞ്ഞു പോയതുപോലുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്കകത്ത് ശക്തമായി മാനേജ്മെന്റ് എത്ര വലിയ കയ്യൂക്ക് കാണിച്ച് പെരുമാറാൻ തയ്യാറായിരുന്നാലും അതിനേക്കാൾ ശക്തമായി തന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാനേജ്മെന്റുകൾ മുട്ടുമടക്കിയതുപോലെ തന്നെ ഈ മാനേജ്മെന്റിന് മുട്ടുമടക്കേണ്ടി വരും. അതുവരെ ഒരിക്കലും വിശ്രമമില്ലാത്ത പോരാട്ടത്തിന് വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് SFIയുടെ നേതൃത്വത്തിൽ ഈ നക്ഷത്രാങ്കിത ശുഭ്രതാകെ മുന്നിലെത്തിക്കൊണ്ട് ശക്തമായ പോരാട്ടത്തിൽ SFI മുൻപന്തിയിലുണ്ടായിരിക്കും. ഇന്നത്തെ ദിവസം റോഡടക്കം ഉപരോധിക്കുന്ന രീതിയിൽ ചർച്ചയ്ക്ക് വരും എന്ന് പറഞ്ഞിട്ട് അവിടെ എത്താത്ത സാഹചര്യത്തിൽ റോഡ് ഉപരോധിക്കുന്ന അടക്കമുള്ള സമരത്തിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് അനിശ്ചിതകാല സമരത്തിലേക്ക് SFI തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ ക്യാമ്പസിലെ പൂർണ്ണമായ വിദ്യാർത്ഥികളുടെ എല്ലാ പേരുടെയും പിന്തുണയോടെ ശക്തമായ പ്രക്ഷോഭത്തിന് അവിടെ തുടക്കം ആരംഭിച്ചിരിക്കുകയാണ് SFI. പ്രൊഫസർ ഗോപിനാഥൻ സാർ, ഇവിടെ നമുക്കറിയാം ഒരുപക്ഷെ ഒരു സിനിമാ കഥയെ വെല്ലുന്ന പോലെ ആദ്യം മുതൽക്കേ തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് എങ്കിൽ കൂടിയും പലപ്പോഴും നമ്മൾ ഈ സ്വാശ്രയ കലാലയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പലരും ഉയർത്തുന്ന ഒരു ആരോപണം അവിടെ കുട്ടികൾ ശബ്ദമുയർത്താൻ മുതിരുന്നില്ല എന്നതാണ്. പക്ഷേ ഇവിടെ ജിഷ്ണുവിന്റെ കാര്യത്തിൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. അവിടെ മാനേജ്മെന്റിനെതിരെ ശബ്ദമുയർത്തിയതാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം. ഒരുപക്ഷെ ഇത്രയും സംഭവങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ആ ഒരു വിഷയത്തിൽ എങ്ങനെ? ജിഷ്ണു യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രസ്ഥാനമാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വാശ്രയ മേഖലകൾ മാത്രമല്ല, എയ്ഡഡ് കോളേജുകളിലും അതേപോലെ ഈവൻ ഗവൺമെൻറ് കോളേജുകളിൽ പോലും വിദ്യാർത്ഥികൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ ഒരു മൊത്തമായ രീതിയിൽ ജനങ്ങളുടെ മുൻപിലും അതേപോലെ ഗവൺമെൻറ്റിന് മുന്നിലും എത്തിക്കുന്ന കാര്യത്തിൽ ജിഷ്ണു തുടക്കം കുറിച്ച ആ പ്രസ്ഥാനം ഇന്ന് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയധികം കോളേജുകളിൽ ഇങ്ങനെയുള്ള സമരങ്ങൾ ആരംഭിക്കാനുള്ള കാരണം തന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ജിഷ്ണു കോപ്പി അടിച്ചെന്ന് ആരോപിക്കപ്പെടുകയും ആ വിദ്യാർത്ഥിയെ അൺനെസസറി ആയിട്ട് ഹരാസ് ചെയ്യുകയും ചെയ്തതാണ് അതിൻ്റെ തുടക്കം. ഒരുപക്ഷെ കോപ്പി അടിച്ചു എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിന് വിദ്യാർത്ഥിയോടുള്ള വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ആ കുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ അത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാക്കുന്നത്
മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള ചില നടപടികളിലേക്ക് കടന്നു എന്നാണ്. കാരണം ഒരു കുട്ടി കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുണ്ടാവും. പേപ്പറിൽ നോക്കി എഴുതി കഴിഞ്ഞാൽ അത് ആ കുട്ടിയുടെ പേപ്പറിലുണ്ടാവും. മറ്റൊരു കുട്ടിയുടെ പകർത്തി എഴുതി കഴിഞ്ഞാൽ അതും നമുക്ക് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലൊന്നും അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു കുറ്റകൃത്യമാണ് മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ശക്തമായിട്ട് തന്നെ ഗവൺമെൻറ് കാണുകയും അതിന് നല്ല ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ജിഷ്ണുവിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല. കേരളത്തിലെ സ്വാശ്രയ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒരു വലിയ പഠനത്തിന് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കാര്യമായിട്ടുള്ളൊരു പഠനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള എയ്ഡഡ് കോളേജുകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത് വലിയ സാമൂഹ്യ പ്രവർത്തകരും സമൂഹത്തോട് ഒരുപാട് കടമയുള്ള ആളുകളുമായിരുന്നു. അവരുടെ ലക്ഷ്യം കൂടുതൽ പണം ഉണ്ടാക്കിയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇന്ന് സ്വാശ്രയ മേഖലയിൽ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ബാർ നടത്തിയവരും കള്ളിഷാപ്പ് നടത്തിയവരും ചാരായ ഷാപ്പ് നടത്തിയവരും ചിട്ടി നടത്തിയിട്ടുള്ള ആളുകളുമൊക്കെയാണ്. അവർക്ക് അവരുടേതായ ഒരു പ്രത്യേക ലോകവും ഒരു പ്രത്യേക കൾച്ചറുമാണ്. ആ കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടക്കുമ്പോൾ അവിടെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇടിമുറിയും അതേകണക്ക് അസൈൻമെൻറ്റിന് ഇഷ്ടമുള്ളവർക്ക് മാർക്ക് കൊടുക്കുകയും ഇഷ്ടമില്ലാത്തവർക്ക് മാർക്ക് കൊടുക്കാതിരിക്കുകയും വിദ്യാർത്ഥികളുടെ മേലിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ അടിച്ചേൽപ്പിക്കുകയും വിദ്യാർത്ഥികളെ ഹരാസ് ചെയ്യുകയും പലതരത്തിലുള്ള പണിഷ്മെൻറ്റ് പലതരത്തിലുള്ള ഫീസുകൾ കുട്ടികൾ ഈടാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾക്കെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് ഇന്ന് ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അഭിനന്ദനാർഹമാണ് ഇന്ന് നമ്മൾ കാണുന്ന കാര്യം. പ്രത്യേകിച്ചും ഇന്ന് ജിഷ്ണുവിൻ്റെ കൊലയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് വളരെ ശക്തമായ നടപടികൾ ഇന്ന് സ്വീകരിച്ചിരിക്കുകയാണ്. ആനന്ദ്, ഏതായാലും നെഹ്റു കോളേജ് ഒരു ഉദാഹരണം മാത്രമാണ് എന്നുള്ളത് അതിനുശേഷം ജിഷ്ണുവിന്റെ മരണശേഷമുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങളായി നിൽക്കുന്നുണ്ട്. ഇവിടെ രണ്ട് വിഷയങ്ങളാണുള്ളത്. ഒന്ന്, നിയമപരമായി ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടത്. മറുഭാഗത്ത് സ്വാഭാവികമായും ഇത്തരം കോളേജുകളെ കടിഞ്ഞാടിടേണ്ട ഒരു ദീർഘകാലത്തോടുകൂടിയുള്ള തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം. അതിനോടൊപ്പം തന്നെ നിയമപരമായി കൂടി ഒരു മാതൃകാപരമായ ഒരു ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിന് ഒരു നല്ല സൂചകമാണോ ഇന്നത്തെ ഈ പോലീസ് റിപ്പോർട്ട്? ഇന്നത്തെ പോലീസ് റിപ്പോർട്ട് എത്ര ദിവസം കഴിഞ്ഞു എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്ന വിദ്യാർത്ഥി മരണപ്പെട്ട് 36 ദിവസം കഴിയേണ്ടി വന്നു ഇങ്ങനെ ഒരു പോലീസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഇന്നാണ് അത് പുറത്തേക്ക് വരുന്നത്, അത് ചുമത്താൻ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ അത് എത്രയോ മുന്നേ തന്നെ കൈകാര്യം ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇവിടെ പ്രതികളായി ഇന്ന് പറയപ്പെടുന്ന 5 പേരും അവരെത്തേണ്ടടുത്ത് എത്തപ്പെട്ട അവർക്ക് രക്ഷപ്പെടാനുള്ള സകല പഴുതുകളും ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവർക്ക് മേൽ എന്ത് ചുമത്തിയിട്ട് എന്ത് കാര്യമാണുള്ളത്? പ്രതികളെ പിടിക്കുന്ന പ്രതികൾ മൂക്കിൻ തുമ്പത്തുണ്ടായിരുന്ന സാഹചര്യത്തിൽ അവരെ വെറുതെ വിട്ട് കളയുന്ന ഒരു സാഹചര്യമായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാനേജ്മെൻറ്റുമായിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. മാനേജ്മെൻറ്റുകൾ ഈവൻ ഞാൻ പറയുന്ന SFI നടത്തിയ സമരത്തെ കുറച്ച് കാണുകയൊന്നുമല്ല. SFIയുടെ കുറച്ച് നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം പോയി മാനേജ്മെൻറ്റിനെ തടഞ്ഞു വെക്കുകയും ഇപ്പോൾ പ്രതിനിവിടെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ADM-ഉമായിട്ട് ചർച്ച വെച്ചിട്ടുണ്ടായിരുന്നു. ADM-ഉമായിട്ട് അത്തരത്തിലുള്ള ചർച്ച ഇന്നത്തെ ദിവസം നടന്നിട്ടില്ല. അപ്പോൾ മാനേജ്മെൻറ്റ് ഒരു തരത്തിൽ ഒന്ന് പറയുകയും നിരന്തരമായി വിദ്യാർത്ഥികളെ കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ രക്ഷകർത്താക്കളെ കേരള സമൂഹത്തെ പറ്റിക്കുന്ന തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റാണ് നിലവിലുള്ളത്. ഇവിടെ ഇത് പല കാര്യങ്ങളും ഇവിടെ ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ജിഷ്ണു പ്രണോയിയുടെ കുടുംബം, അവൻ്റെ അമ്മ പറയുന്ന അവർക്ക് നീതി ലഭിച്ചു എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുത്തേണ്ടത് കേരള സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ്. അവർ പൂർണ്ണമായും പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുട്ടി തുണ്ടു വെച്ച് പിടിച്ചു അല്ലെങ്കിൽ മാൽ പ്രാക്ടീസ് നടത്തി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് ആ കുട്ടി പീഡനങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളതും പറയുന്നത്. അതിനെ തുടർന്നാണ് ആ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റി നടത്തിയ എൻക്വയറിയിൽ എന്താ സംഭവിച്ചത്? പോലീസ് നടത്തിയ എൻക്വയറിയിൽ എന്താ സംഭവിച്ചത്? ആ കുട്ടി അങ്ങനെ ഒരു പരിപാടിയെ നടത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ ആരാ കുറ്റക്കാർ? തികച്ചും മാനേജ്മെൻറ്റാണ്. ഇത് നേരത്തെ തന്നെ എടുക്കേണ്ട കാര്യമായിരുന്നു. അവിടെ വീഴ്ച പറ്റി.
അത് ഇനി ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഒരു ജിഷ്ണു പ്രണോയിയല്ല, ഒരു നെഹ്റു കോളേജുമല്ല, കേരളത്തിലുള്ള മുഴുവൻ ക്യാമ്പസുകളെയും മോണിറ്റർ ചെയ്യാനുള്ളൊരു സംവിധാനം വേണം. അതുപോലെ തന്നെ ജിഷ്ണു പ്രണോയിമാർ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണവും കൂടി പറയാം. പ്രതിനറിയാമോ എന്ന് എനിക്കറിയില്ല. ഞാൻ KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ PMS ഡെൻ്റൽ കോളേജിൽ ഒരു അഞ്ജന സഞ്ജിത്ത് എന്ന് പറയുന്ന പെൺകുട്ടി അതിൻ്റെ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നും ചാടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇൻ്റേണൽ അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അന്നത്തെ അധ്യാപകർ അതിനെ പീഡിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ കുട്ടി അതിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചത്. എന്നാൽ അന്നുപോലും ഇത് മോണിറ്റർ ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജിഷ്ണു പ്രണോയ് ഉണ്ടാകില്ലായിരുന്നു. ഇവിടെ ഗവൺമെൻറ് ഒരു പൊളിച്ചെടുത്ത് നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഗവൺമെൻറ് ഒളിച്ചു കളിക്കുമ്പോൾ വന്നു ചേരുന്നത് ഇതേപോലുള്ള കുട്ടികളുടെ ഒരുപാട് മരണങ്ങളായിരിക്കും വന്ന് സംഭവിക്കുക. അതിനി ഈ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ക്ലിയർ കട്ടായി ഗവൺമെൻറ് ആദ്യമേ തന്നെ നടപടിയെടുത്തിരുന്നെങ്കിൽ ഇന്ന് മാനേജ്മെൻറ്റിനെ തികച്ചും നമ്മുടെ വരുതിക്ക് നിർത്തുവാൻ കഴിയുമായിരുന്നു. അതിൻ്റെ എല്ലാ അവസരങ്ങളും കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ നടപടിയിൽ പൂർണ്ണമായും ഒരിക്കലും തൃപ്തരല്ല എന്ന് പറയേണ്ട സാഹചര്യമാണ് നിലവിൽ. ഞാൻ തിരികെ എത്താം. വിദ്യാർത്ഥിയായ അതുൽ ജോസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതുൽ, എങ്ങനെയാണ് ആദ്യം തന്നെ ഈ ഒരു റിപ്പോർട്ട്, പ്രത്യേകിച്ച് ജിഷ്ണു പ്രണോയുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽക്കേ തന്നെ പ്രചരിച്ചിരുന്ന വാദങ്ങളെല്ലാം ഒരുപക്ഷെ ശരിവെക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് ആ റിപ്പോർട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? റിപ്പോർട്ടിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിരൺ നാരായണൻ മാഡത്തിന്റെ നേതൃത്വത്തിൽ നൽകുന്ന ഈ ഒരു അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർത്തും വിശ്വാസം നിറഞ്ഞൊരു, തുടക്കം മുതൽ തന്നെ ഒരു വിശ്വാസം നിറഞ്ഞൊരു അന്വേഷണമായിരുന്നു. അതേസമയം ഇനി ഈ പോലീസിന്റെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണദാസ് എന്ന പക്കാ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുക, ജയിലിലിടുക എന്ന 2 ദൗത്യങ്ങളാണുള്ളത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം ഒളിവിലാണ്. ഈ PRO സഞ്ജിത്ത് വിശ്വനാഥൻ, മുൻ മന്ത്രി KP വിശ്വനാഥന്റെ മകൻ സഞ്ജിത്ത് വിശ്വനാഥൻ അടക്കമുള്ള ആ 5 അംഗ ക്രിമിനൽ സംഘം ഇപ്പോൾ ഒളിവിലാണ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക, അറസ്റ്റ് ചെയ്ത് ജയിലിടുക എന്ന ഒരു ചലഞ്ചാണ് ഇന്നത്തെ കേരളത്തിലെ പോലീസ് ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടത്. വിധി തീർത്തും ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശിക്ഷ കറക്റ്റായിട്ടുള്ള ഈ പറയുന്ന കുറ്റവാളികളെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ശിക്ഷ വാങ്ങിച്ച് കൊടുക്കേണ്ടതാണ് ഇനി അടുത്ത ദൗത്യം. യെസ്, ഞാൻ തിരികെ എത്താം. പ്രൊഫസർ ഗോപിനാഥൻ, അതാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. അതാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ ആ വിധത്തിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഇവിടെ നമ്മൾ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളിലും ഇത്തരം വിഷയങ്ങളാണെങ്കിൽ തന്നെ പരിശോധിക്കുമ്പോൾ എനിക്ക് നേരത്തെ നെഹ്റു കോളേജുമായി ബന്ധപ്പെട്ടായാലും മറ്റ് പല കോളേജുകളുമായി ബന്ധപ്പെട്ടായാലും ഇത്തരം പരാതികൾ ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ ചില പഴുതുകൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ അങ്ങനെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി തന്നെ ആ വിധത്തിൽ ആശങ്കപ്പെടുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ അങ്ങനെ ഒരു ഭയപ്പാടിന് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നെഹ്റു കോളേജ് ചെയർമാനെ തന്നെ 1-ാം പ്രതിയാക്കിക്കൊണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. ഇവർ വളരെ ദൂരെയൊന്നും പോകാനില്ല. അവർ അടുത്ത ദിവസം തന്നെ പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ശക്തമായ നടപടികൾ തന്നെയാണ്. ഒരു കുറച്ച് ദിവസം അങ്ങോട്ട് പോയി അന്വേഷണം ഇത്രയും 230 പേരിൽ നിന്ന് മൊഴിയെടുക്കുകയും അത് അസസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് പോലീസ് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും വളരെ ശക്തമായ നടപടികളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോലീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇതിന് വളരെ ആശങ്കപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ പ്രശ്നം വളരെ കാര്യമായിട്ട് ഇതിപ്പോൾ ഒരു തുടക്കമായിക്കൊണ്ട് നമ്മൾ ഈ ഇത്തരത്തിലുള്ള കോളേജുകൾ തന്നെ ഇനി ഇവിടെ തുടർന്ന് നടത്തേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിന് എന്താണ് ഒരു ആൾട്ടർനേറ്റീവ്? അപ്പം അതിന് ഞാൻ കാണുന്ന ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോഴേ നമ്മുടെ ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ ജി സുധാകരൻ സാറ് സഹകരണ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴേ ആലപ്പുഴ ഒരു കോളേജ് തുടങ്ങിയിട്ടുണ്ട്, പുന്നപ്രയിൽ. വളരെ പ്രശസ്തമായ രീതിയിലാണ് ആ കോളേജ് നടക്കുന്നത്. സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ തന്നെയാണ് കോളേജ് നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മേഖലയിൽ ഇത്തരത്തിലുള്ള കോളേജുകളിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ സഹകരണ സൊസൈറ്റികളിൽ കൂടെ ഇത്തരത്തിലുള്ള കോളേജുകൾ നടത്താൻ കഴിയുമോ എന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. യെസ്, പ്രതിൻ, നേരത്തെ ഇവിടെ ആനന്ദം സൂചിപ്പിക്കുകയുണ്ടായി ഈ വൈകി എന്നുള്ളൊരു വിഷയം. എനിക്ക് തോന്നുന്നു ലോ അക്കാദമിയുടെ വിഷയത്തിലും ഇങ്ങനെ ഉള്ള പല ഘട്ടങ്ങളിലും സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിലും അതുപോലെ തന്നെ, പ്രത്യേകിച്ച് ഇവർ ഒളിവിലാണ്, ഇനിയും പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും നീതി നടപ്പാക്കപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക ആ വിധത്തിൽ പരത്താൻ ഒരു ശ്രമം മനഃപൂർവ്വം നടക്കുന്നതാണോ ഇവിടെയും?
തീർച്ചയായിട്ടും അത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ അവിടെ അവതരിപ്പിക്കേണ്ട അവരുടെ ഉത്തരവാദിത്തം, അതിനുള്ള അവർ അവിടെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് തെറ്റ് പറയാനൊന്നുമില്ല, അവർ ചെയ്യട്ടെ. പക്ഷേ വാസ്തവമായിട്ട് പൊതുജനങ്ങളടക്കം ഉള്ളവർ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ആത്മാർത്ഥപരമായിട്ടുള്ള പെരുമാറ്റം നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ സമരരംഗത്തേക്ക് എത്തുമ്പോൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളുടെ എത്രത്തോളം നമുക്ക് ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മുദ്രാവാക്യങ്ങൾ ശാശ്വതമാക്കുന്ന രീതിയിലേക്കുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഓരോ അന്വേഷണത്തിൻ്റെ ഭാഗത്തും പഴുതടച്ച രീതിയിൽ, ഒരു കാരണവശാലും പ്രതിക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്ത രീതിയിലേക്ക് പഴുതടച്ചുള്ള ഒരു അന്വേഷണമാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അത് അവിടെ സമരം ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലത്തെ വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക്, വിദ്യാർത്ഥി സമൂഹത്തിലെ എല്ലാ പേർക്കും, ആ ക്യാമ്പസിലെയും പൂർണ്ണമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതിൽ വിശ്വാസമാണ് എന്നുള്ള ഉദാഹരണമാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ഇദ്ദേഹം, ഒരു വിദ്യാർത്ഥി പ്രതിനിധി, ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്ന കാര്യമുണ്ട്, അന്വേഷണത്തിനകത്ത് വേറൊരു സംശയമുള്ള അല്ല എന്നുള്ളത്. പിന്നെ അവിടെ പൊതുജനങ്ങളുടെ എല്ലാം സാന്നിധ്യത്തോടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ആ ആക്ഷൻ കൗൺസിലിനകത്ത് ഈ പറയുന്ന വിഷയങ്ങളെ അടക്കമുള്ളവ ചർച്ച ചെയ്യുന്നതിനും, അല്ലെങ്കിൽ ഈ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനകത്തും പങ്കാളികളായിട്ടുള്ള വിദ്യാർത്ഥി സംഘടന, ഏക വിദ്യാർത്ഥി സംഘടന SFIയുടെ നേതൃത്വമാണ്. ആ വിദ്യാർത്ഥി നേതൃത്വം അടക്കമുള്ളവർ അതിനകത്ത് പങ്കാളിത്തമായിരിക്കുമ്പോൾ ഈ എവിടെയെങ്കിലും ഇതിനകത്ത് പാകപ്പിഴ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് തിരുത്തപ്പെടേണ്ട രീതിയിലേക്ക്, ഇടപെടാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ സമരത്തിന് SFIക്ക് കഴിയുകയും ചെയ്യും. നിലവിൽ അവിടെ നടക്കുന്ന സമരം, ഈ വിദ്യാർത്ഥികളെ എല്ലാവരെയും പരിപൂർണമായി യോജിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സമരം എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ്. അല്ലാതെ മുദ്രാവാക്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് വേറെ രീതിയിലേക്ക് കൊണ്ടുപോയി നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ജിഷ്ണു പ്രണോയിയുടെ ജീവിതത്തിന് സമാനമായ രീതിയിലേക്ക്, മരണത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ അക്കാഡമിക് രംഗത്തെ തകർത്തെറിയുന്നതിന് വേണ്ടിയുള്ള സമരമല്ല അവിടെ നടക്കുന്നത്. അത് പൊതുജന മധ്യത്തിൽ നടക്കേണ്ട സമരം. ആ എവിടെയെങ്കിലും പിഴവ് വരികയാണെങ്കിൽ അന്വേഷണത്തിൽ നടക്കേണ്ട പിഴവ് വരുന്ന സമയത്ത് ഇടപെടേണ്ട സാഹചര്യത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ സമരത്തിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയുകയും ചെയ്യും. പിന്നെ ഇവിടെ സമരത്തിനെ കുറിച്ച് ഇദ്ദേഹം SFIയുടെ സമരത്തെ കുറച്ച് കാണുകയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. SFIയുടെ സമരത്തെ ഒരു കാരണവശാലും കുറച്ച് കാണേണ്ട ആവശ്യമില്ല. ഇന്നു മുതൽ അനിശ്ചിതകാല സമരം SFI അവിടെ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ ദൈനംദിനമായിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് ഇടപെട്ടുകൊണ്ട് SFI സമരം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾ, ആ 4 പേരെന്ന് പറയുന്നതും SFIയുടെ അവിടുത്തെ ഭാരവാഹികളും ഉപഭാരവാഹികളുമായിട്ടുള്ളവരാണ്. മാനേജ്മെന്റിനെ എതിർത്ത് നിന്ന് സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ KSU ആയിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് ആയിരുന്നാലും ശരി തന്നെ, ഏകദിന ഉപവാസവും ഒരു ദിവസം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ കഴിയാതെ ഒരു ദിവസം പങ്കെടുത്തൊരു സമരവുമായി പങ്കെടുത്തുകൊണ്ട് അവിടുന്ന് മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ദൈനംദിനമായ സമരത്തിലേക്ക് എടുക്കാനില്ല. ഇന്നിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്, ഒരു ദിവസം സമരവുമായി അവർ വന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ദൈനംദിനമായ ഒരു സമരത്തിൽ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള സമരം ഏറ്റെടുത്തുകൊണ്ട് അതിനകത്ത് പരിഹാരം കാണേണ്ട രീതിയിൽ ആ ചർച്ചയിൽ തുടക്കത്തിൽ ആദ്യത്തെ ദിവസമുണ്ട്. ആദ്യത്തെ ദിവസം ആ സമരവുമായി അവിടെ ചെന്നുകൊണ്ട് മാനേജ്മെന്റിനെ, അല്ലെങ്കിൽ അവിടുത്തെ ഇടിമുറികൾ തകർക്കുന്നതിനൊക്കെ വേണ്ടി രംഗത്തേക്ക് എത്തിയ SFI ആണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഓരോ ദിവസം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും, ആ പിന്തുടർന്നുകൊണ്ട്, അവിടുത്തെ ചെയർമാനെ അടക്കം പിന്തുടർന്നുകൊണ്ട് നെഹ്റു കോളേജിലെ, അതുപോലെ പാലക്കാട് തന്നെയുള്ള നെഹ്റു കോളേജിനകത്ത് അടക്കമുള്ള സമരം വ്യാപിപ്പിച്ചുകൊണ്ട് ഈ മാനേജ്മെന്റിനെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടിയുള്ള തുടർച്ചയുള്ള ഒരു സമരം ഏറ്റെടുത്തത് SFI തന്നെയാണ്. അതിനകത്ത് സംശയവുമില്ല. അത് കൃത്യമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അല്ല, അതിനകത്ത് ഈ സമരവുമായി ബന്ധപ്പെട്ട് രംഗത്ത് ആദ്യം വരുന്നത് KSU ആണ്. KSU സമര രംഗത്തേക്ക് കടന്നു വരികയും അതിനുശേഷം KSUവിൻ്റെ അവിടുത്തെ താഴെത്തട്ടിലുള്ള നമ്മുടെ കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് അവിടെ നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്തു. ആ നിരാഹാര സമരം പ്രത്യേകിച്ച് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചില ലക്ഷ്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ആ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവർ ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ മുതലാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഓരോ സംഘടനകളും മുന്നോട്ട് വന്നത്. അപ്പോൾ അവിടെ KSU ആദ്യമായി രംഗത്തേക്ക് വരുന്നു. അതിനുശേഷം ASFും ABVPയും MSFും എല്ലാവരും ആ രംഗത്തേക്ക്, സമര രംഗത്തേക്ക് കടന്നു വരുന്നു. അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള എല്ലാവരും സമര രംഗത്തേക്കാണ്. SFI ഇന്ന് വൈകുന്നേരത്തോടെ അതിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. SFI ആണ് വൈകി ഇവിടെ എത്തിച്ചേർന്നത്. എന്തെങ്കിലും പറയരുത്. ഞങ്ങൾ അവിടെ കൃത്യമായും രാപ്പകൽ സമരം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ അടുക്കളയിൽ പോയി ചർച്ച ചെയ്ത് ഏതെങ്കിലും ഒരു റിപ്പോർട്ടുമായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമരം അവസാനിപ്പിച്ചിട്ട് പോയ ചരിത്രം ഞങ്ങൾക്കില്ല. മുൻ ചരിത്രങ്ങൾ ബോധ്യമുള്ളതാണല്ലോ. ഇവിടെ ADMുമായി കഴിഞ്ഞ ദിവസം SFI ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മാനേജ്മെൻറ്റിനെ തടഞ്ഞു വെച്ചു കഴിഞ്ഞ ദിവസം. ആ മാനേജ്മെൻറ്റിനെതിരെയാണ് ഇന്ന് കൊലക്കുറ്റത്തിന് 1ാമത്തെ പ്രതിയായിട്ട് കേസ് എടുത്തിരിക്കുന്നത്. ആ മാനേജ്മെൻറ്റ് എന്തുകൊണ്ട് ഇപ്പോൾ കാണാനില്ല? മാനേജറെ കാണാനില്ല. പ്രധാനപ്പെട്ട 1ാം പ്രതിയായിട്ടുള്ള ആളിനെ കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിന് മുന്നേ തടഞ്ഞു വെക്കുകയും എന്നാൽ ഇന്നു മുതൽ അയാളെ ഈ പരിസരത്തൊന്നും തന്നെ കാണാനില്ല.
അപ്പോൾ ഇത് നേരത്തെ ആകാമായിരുന്നു എങ്കിൽ ഈ പ്രതിയൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ പിടിക്കാമായിരുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാവിധ ഒത്താശയും അവർക്ക് വേണ്ടുന്ന എല്ലാ രക്ഷപ്പെടാനുള്ള അവസരങ്ങളും ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ പ്രതിയുടെ പിറകെയാണ് ഓടുന്നതെന്ന് പറഞ്ഞിട്ട് ഒരേ സമയം ഇരയ്ക്കൊപ്പവും ഒരേ സമയം വേട്ടക്കാരനൊപ്പവും ഓടുന്ന ആ ഒരു രാഷ്ട്രീയമാണ് ശരിയാകാതെ പോകുന്നത്. കഴിഞ്ഞ വിഷുവിന് മഹിജയുടെ മകനായ ജിഷ്ണു പ്രണോയി കണി കണ്ടു ഉണർന്നത് നമ്മുടെ പിണറായി വിജയൻ്റെയും ചെഗുരയുടെയും പടമാണ് കണി കണ്ടു ഉണർന്നത്. അത്രയും തീവ്രമായ ഇടതുപക്ഷ ചിന്താഗതിയുള്ള CPM-നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആ ഒരു കുടുംബത്തിലെ കുട്ടിക്കാണ് ഈ ഒരു അവസ്ഥയുണ്ടായത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത കുട്ടിക്കാണെങ്കിൽ പോലും ഇവിടെ നീതി നടപ്പാക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, 36 ദിവസമായി കേരളത്തിൻ്റെ ബഹ്റിനിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും സഞ്ചരിച്ചു നടക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് എന്തേ ഒരു ദിവസം ഈ മഹിജയുടെ വീട്ടിൽ ജിഷ്ണു പ്രണോയിയുടെ അമ്മയെ കാണാൻ ഒരു ദിവസം എന്തേ ചെല്ലാൻ സൗകര്യം ഉണ്ടായില്ലേ? ഞാൻ ചോദിക്കട്ടെ, എത്രയെത്ര സംഭവങ്ങൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് നീതിയാണ് ആ കുടുംബത്തിന് ഇതുവരെ നടപ്പിലാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്? SFI സമരം നടത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ADM-ഉമായിട്ട് അടുത്ത ദിവസം ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ്, ഞങ്ങൾ അതുകൊണ്ട് ഇയാളെ തടഞ്ഞു വെച്ചത് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ പ്രതിനോട്, ഇന്ന് ഏത് ADM-ഉമായിട്ടാണ് ചർച്ച നടത്തിയത്? ഇതൊരു ADM-ഉമായിട്ട് ചർച്ച നടത്തിയാൽ തീർക്കേണ്ട വിഷയമാണോ? ഇത് വിദ്യാഭ്യാസ മന്ത്രി ഇടപെടണം. സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തണം. അല്ലാതെ എല്ലാവിധ ഇതുകൊണ്ട് ഞങ്ങൾ സമരരംഗത്താണ്, ഒരു പന്തലും കെട്ടി അവിടെ വന്ന് കിടന്നിട്ട് തീരുന്ന വിഷയമല്ല. ഈ വിഷയം തീർക്കേണ്ടത് സർക്കാർ കൃത്യമായി ഇടപെടൽ ഓരോ സമയത്തും നടത്തണം. വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യത്തിൽ ഇടപെടണം. അത്തരം ഇടപെടലുകൾ എന്തെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വരാം ഒരു ഇടവേളയിലേക്ക് പോയ ശേഷം വളരെ വേഗം എത്താം. തിരികെ ചർച്ചയിലേക്ക് വരാണ്. വളരെ വേഗം മറുപടി. അദ്ദേഹം എന്തായാലും ആദ്യം ഞങ്ങളാണ് സമരത്തിലേക്ക് വന്നത് എന്ന വാദമൊക്കെ ഉന്നയിച്ചത് ഏറ്റവും നന്നായി. ആമയും മുയിലും ഓട്ട മത്സരം വെക്കുമ്പോൾ ഒന്നാം പന്തിയിൽ ഞാനെത്തി എന്ന് പറയുന്നതിനോട് അദ്ദേഹം പറഞ്ഞത് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു കാര്യം എന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹത്തിന്റെ സമരം അവിടെ ആരംഭിച്ചു എന്ന് പറഞ്ഞു. 3 ദിവസം VT ബൽറാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 3 ദിവസം സമരം നടന്നു. ശരി തന്നെ, ഞാൻ അംഗീകരിക്കുന്നുണ്ട്. 3 ദിവസം, ആദ്യമോ അവസാനമോ എപ്പോഴായിക്കോട്ടെ, ഇടയ്ക്കോ ആയിക്കോട്ടെ. പക്ഷേ ആ സമരം എന്തുകൊണ്ട് നിങ്ങൾ അവസാനിപ്പിച്ചു പോയി? അനിശ്ചിതകാല സമരം എന്ന് പറഞ്ഞാലേ തുടങ്ങിയത്. ഒന്നീ നിങ്ങൾ ആ ചർച്ച നടത്തിയിട്ടുണ്ടാവണം, മാനേജ്മെന്റുമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ അടുക്കളയിൽ പോയിരുന്നു ചർച്ച നടത്തി അവരെന്തെങ്കിലും ഒരു ധാരണ തന്നതിന്റെ ഭാഗമായിട്ട് നിർത്തിയിട്ടുണ്ടായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമരം ചെയ്യുവാൻ, നിങ്ങളോടൊപ്പം നിൽക്കാൻ വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും അല്ലാതെ നിങ്ങൾ സമരം നിർത്തുവാൻ വേണ്ടി മറ്റൊരു കാര്യമില്ലല്ലോ. സർക്കാരുമായി ചർച്ച നടത്തിയായി ഞങ്ങൾക്കറിയില്ല, ADM-ഉമായി ചർച്ച നടത്തിയാൽ അറിയില്ല, മറ്റാരെങ്കിലുമായി ചർച്ച നടത്തിയോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ആ സമരത്തിന്റെ ഒരു നിമിഷം ഇന്ന് ഞങ്ങൾ ഇന്നത്തെ സമരം വൈകുന്നേരം ആരംഭിക്കാൻ, അല്ലെങ്കിൽ വൈകുന്നേരമാണ്, ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ശക്തമായ സമരത്തിന് പറഞ്ഞ അനിശ്ചിതകാല സമരത്തിലേക്ക് ഞങ്ങൾ ആരംഭം കുറിച്ചത്. അത് കാരണം മറ്റൊന്നുമായിരുന്നില്ല. മാനേജ്മെന്റ് അടക്കമുള്ളവർ ADM-ന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുമെന്നുള്ളതിന്റെ ഉറപ്പ് തന്നതിന്റെ ഭാഗമായി ഞങ്ങൾ കാത്തുനിന്നു. എന്നാൽ ആ ചർച്ചയ്ക്ക് വരുവാൻ വേണ്ടി തയ്യാറായില്ല. ആ മാനേജ്മെന്റ് ചർച്ചയ്ക്ക് വേണ്ടി വരാൻ വേണ്ടി തയ്യാറായില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവരെ സമ്മർദ്ദത്തിലാക്കുക. അവർക്ക് ഇവിടെ സുന്ദരമായി നടക്കുന്ന സുന്ദരമായി ഇവിടെ സുന്ദരമായി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പാഞ്ഞു നടക്കുന്ന അവരെ അടക്കമുള്ള പിടിച്ചു കെട്ടുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് സമരം ശക്തമാക്കുക. എന്തേ നിങ്ങൾക്ക് അവിടെ ഒരു സമരപ്പന്തലുണ്ടാക്കി ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ അണിനിരത്തി നിങ്ങൾക്ക് ശക്തമായ സമരം KSUവിന്റെ പേരിൽ നടത്താൻ കഴിയുന്നില്ല, ABVPക്ക് കഴിയുന്നില്ല, ASF കഴിയുന്നില്ല, MSFന് കഴിയുന്നില്ല. നിങ്ങൾക്ക് വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് സമരത്തിലേക്ക് പോകാമല്ലോ, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരത്തിലേക്ക് പോകാൻ കഴിയുമല്ലോ. അവിടെ ഈ സമരവുമായി മുന്നോട്ട് നിൽക്കുന്നത് SFI ആണെന്നുള്ളതിന് അതിന് തർക്കം വേണ്ട. അതിനേക്കാൾ ഉപരിയായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ന് ഈ നെഹ്റു കോളേജ് ആയിരുന്നാലും മാനേജ്മെന്റ് സ്ഥാപനങ്ങളായിരുന്നാലും എവിടെ എടുത്ത് പരിശോധിച്ചാലും അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ നിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മാനേജ്മെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് ശക്തമായി കടന്നു ചെല്ലാൻ കഴിയണം. പകുതിയോളം വരുന്ന ക്യാമ്പസുകൾക്കകത്ത് SFI കൃത്യമായി അതിനകത്ത് കടന്നു ചെല്ലാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പലയിടത്തും SFI യൂണിറ്റുകൾ സ്ഥാപിക്കുന്നുണ്ട്. നെഹ്റു കോളേജിൽ അടക്കം യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. മനോരോഗ വിദഗ്ധനായ ഡോക്ടർ അരുൺ ബി നായർ കൂടി നമ്മോടൊപ്പം തത്സമയം ചേർന്നുണ്ട് ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്ന്. ഡോക്ടർ, ഇവിടെ ഒരുപക്ഷെ നമ്മൾ ജിഷ്ണുവിന്റെ മരണത്തോടനുബന്ധിച്ച് ഈ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് ഒരുപക്ഷെ അന്ന് ഉണ്ടായിരുന്ന അഭ്യൂഹങ്ങൾ വളരെ കൃത്യമാണ് എന്ന് വ്യക്തമാകും. അതായത് ഒരു സ്ക്രിപ്റ്റ് പോലെ തന്നെ വളരെ പ്ലാൻഡായി ഒരു മാനേജ്മെന്റ് ഒരു വിദ്യാർത്ഥിയെ ട്രാപ്പിലാക്കി എന്ന് തന്നെ ആ ഒരു വേർഡ് തന്നെയാണ് ഈ പോലീസ് റിപ്പോർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് കൂടി വരുമ്പോൾ ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിക്കുന്ന ഒരു തിരിച്ചറിവാണ് ഈ പോലീസ് റിപ്പോർട്ടിലൂടെ നമ്മളെ സംബന്ധിച്ചോളം കാണുന്നത്. വിദ്യാർത്ഥിയുടെ ഒരു മാനസിക നില നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് അവൻ്റെ ഒരു ക്യാരക്ടർ, അവൻ്റെ സ്വഭാവം അത് മോശമായ രീതിയിൽ ഒരു പൊതുസ്ഥലത്ത് ചിത്രീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു അഭിമാനക്ഷതം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആ ഒരു കൗമാര പ്രായത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
അപ്പം ആ ഒരു സാഹചര്യത്തിൽ അവൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു സുഹൃത്ത് ബന്ധം, അവന് ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവനെ താങ്ങി നിർത്താനും സപ്പോർട്ട് ചെയ്യാനും വേണമെങ്കിൽ പ്രതിഷേധിക്കാനും കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് ഉയർന്നു വരിക എന്നുള്ളതാണ് സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളത്. പക്ഷെ അത് സംഭവിച്ചില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബോധപൂർവമായി ഒരു വിദ്യാർത്ഥിയെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിൽ, അവൻ്റെ സ്വഭാവഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു മാനേജ്മെൻറ്റ് പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള, കേരളത്തിന് തീർത്തും അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യെസ്, ഞാൻ തിരികെ എത്താം. അതുൽ ജോസ്, പക്ഷേ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ ഈ മാറിയിരുന്ന് സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് എന്താണ് ആ കോളേജ് എന്ന് യഥാർത്ഥത്തിൽ താങ്കൾ അടക്കമുള്ളവർക്ക് വളരെ നേരിട്ടറിയാം. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ജിഷ്ണുവിന്റെ മരണം സംബന്ധിച്ച കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അതിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ കോളേജിലാണെങ്കിലും ഇടിമുറി അടക്കമുള്ള കാര്യങ്ങൾ, അതിനും അപ്പുറത്തേക്ക് എന്തൊക്കെ മെന്റൽ ടോർച്ചറിങ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്കൊക്കെ നേരിട്ടറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ മാനേജ്മെന്റ് ഈ വിഷയങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു നിമിഷം വരെ മാനേജ്മെന്റ് എടുക്കുന്ന ഒരു നിലപാട് നമുക്കറിയാം. അത് ധാർഷ്ട്യത്തിൻ്റെതാണ്, പണക്കൊഴുപ്പിൻ്റെതാണ്, അതിനും അപ്പുറത്തുള്ള പല കാര്യങ്ങളും അതിന് പിന്നിലുണ്ട് എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെയും വരുമ്പോൾ ഇനി എങ്ങോട്ടും നിങ്ങൾക്ക് ഭയമില്ലാതെ പഠിക്കാനുള്ളൊരു സാഹചര്യം ഒരുങ്ങേണ്ടതുണ്ട്. അതിനായിരിക്കുമോ നിങ്ങളുടെ മുൻഗണന? അതുൽ, അതായത് പറഞ്ഞില്ലേ, അതായത് നമ്മുടെ ഇപ്പോൾ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മാനേജ്മെന്റിലെ ഗുണ്ടകളെ അവരെ പ്രതി ചേർക്കുക, അവർക്ക് ശിക്ഷിക്കുക എന്നാണ്. അത് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടു, ഇനി ശിക്ഷ എന്നാണ് അടുത്ത നടപടി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറെ ആവശ്യങ്ങളുണ്ട്. ഒരു 10-14 ആവശ്യങ്ങൾ ഞങ്ങൾ ലിസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത സമരത്തിന് ഞങ്ങളിപ്പോൾ അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമരത്തിലെല്ലാം ഉടനീളം ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി ഉടൻ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുക എന്നാണ്. കാരണം ഇവിടെ വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ച് കൃഷ്ണദാസ് എന്ന ഗുണ്ട അവിടെ ചൂതാടുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു കൂട്ടത്തോൽവി തന്നെയാണ് അദ്ദേഹം ആ കോളേജിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ജീവിതം കുട്ടിച്ചോറാക്കാനുള്ള കൃത്യമായ പ്ലാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എത്രയും വേഗം മാന്യമായ ഞങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊരു വിദ്യാർത്ഥിയും അവിടെ ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പസിൽ വേണം എന്ന് യൂണിവേഴ്സിറ്റി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അതും അദ്ദേഹത്തിന്റെ ഔദാര്യം പോലെയാണ് അദ്ദേഹം കാണുന്നത്. അതായത് ഒരു യൂണിയൻ, ഒരു PTA അല്ലെങ്കിൽ അതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന 14-12 വരുന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് ഞങ്ങൾ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൃഷ്ണദാസ് എന്ന് പറയുന്ന ക്രിമിനൽ അദ്ദേഹം മുങ്ങി. അയാൾ ഇപ്പോൾ ഒളിവിലാണ്. അദ്ദേഹത്തെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം. അത് മാത്രമല്ല, ചർച്ച ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത നടപടി എന്താണോ, ഇതിപ്പോൾ അദ്ദേഹം ഒടുവിലാണ്, ഒരു ക്രിമിനലാണ്. ആ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇനി ആ കോളേജിന്റെ നടത്തിപ്പ് ഒരു ആശങ്ക തന്നെയാണ് തീർച്ചയായിട്ടും. അത് ഇനി ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തണോ, അതൊരു ഈ മുമ്പ് പറയുന്നത് പോലെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെ അതുപോലെ ഒരു സെറ്റപ്പിൽ ഈ കോളേജ് നടത്തിക്കൊണ്ട് പോകണോ എന്ന കാര്യം ഗവൺമെന്റ് തീരുമാനിക്കണം. കാരണം ഇനിയും ഈ പറഞ്ഞ പോലെ ഇതേ മാനേജ്മെന്റിന്റെ കീഴിലാണ് ഇത്തരം കോളേജുകൾ ഇവിടെ നടക്കുന്നതെങ്കിൽ ഇനിയും ഒരുപാട് ജിഷ്ണു പ്രണോയികൾ നമ്മുടെ ക്യാമ്പസുകൾ ജനിക്കും. കാരണം പണ്ട് രജനി എസ് ആനന്ദ് മുതൽ ഇന്ന് ജിഷ്ണു പ്രണോയ് വരെ ഓരോ രക്തസാക്ഷികളും കോളേജുകളിൽ മരിച്ചു വീഴുമ്പോഴും നമ്മൾ പറയും രജനി എസ് ആനന്ദ് ആയിരിക്കണം അവസാനത്തെ, അല്ലെങ്കിൽ ജിഷ്ണു പ്രണോയ് ആയിരിക്കണം അവസാനത്തെ. അങ്ങനെ ഓരോ തവണ നമ്മൾ പറയുമ്പോഴും നമ്മൾ ആലോചിക്കണം, ഇതിനൊരു അവസാനം കണ്ടുപിടിക്കണം. ഞങ്ങൾ ഇപ്പോഴും ശക്തമായി നിൽക്കുന്നത് ജിഷ്ണു പ്രണോയ് എന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃത്ത്, അവനായിരിക്കണം ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഈ നാട്ടിലെ അവസാന രക്തസാക്ഷി. ആ ഒരു മുദ്രാവാക്യം ഊന്നിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥിയും ഇവിടെ സമരമുഖത്ത് നിൽക്കുന്നത്. ശ്രീ ഗോപിനാഥൻ സാർ, ഇവിടെ ക്ലാസുകൾ തുടങ്ങാൻ പോലും അനുവദിക്കുന്നില്ല മാനേജ്മെന്റ്. മറ്റൊരു ഭാഗത്ത് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഉദാഹരണം മാത്രമല്ല, ടോംസ് കോളേജിലെ മറ്റൊക്കെ ടോംസ് കോളേജിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, പെൺകുട്ടികളോട് പോലും എത്രത്തോളം മോശമായി പെരുമാറുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ സ്വാശ്രയം നന്നായി പ്രവർത്തിക്കുന്ന പല കോളേജുകളുമുണ്ട്. പക്ഷേ എനിക്കൊന്ന് നേരത്തെ കഴിഞ്ഞ ദിവസം ശ്രീ ജി സുധാകരൻ മിനിസ്റ്റർ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, അങ്ങനെയുള്ള കോളേജുകൾ വേണ്ട എന്ന് വെക്കണം എന്ന രീതിയിൽ. സർക്കാരിനൊരു വലിയ ബാധ്യതയായി മാറുന്നുണ്ടോ? ഇത് സർക്കാരിനൊരു വലിയ ബാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സ്വാശ്രയ കോളേജുകളെല്ലാം തുടക്കത്തിൽ ഓലഷെഡ് കണക്കുള്ള സ്ഥാപനങ്ങളിലൊക്കെയാണ് തുടങ്ങുന്നത്. പിന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് വലിയൊരു തുക സംഭാവനയായിട്ട് സ്വീകരിച്ചിട്ട് അവർ ഗ്രാജുവലി ഈ കെട്ടിടങ്ങളൊക്കെ കെട്ടിപ്പൊക്കുകയാണ് ചെയ്യുന്നത്.
ആക്ച്വലി അവർക്ക് ഭൂമി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം അവർ കെട്ടിപ്പൊക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല കോളേജുകളിലും വിദ്യാർത്ഥികൾ പറയുന്നത് അവർക്ക് വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ലാബുകളില്ല, കളിസ്ഥലങ്ങളില്ല, ലൈബ്രറി ഇല്ല. ഇതെല്ലാം പല കോളേജുകളിലും ഇപ്പോൾ പറയുന്നുണ്ട്, അത് സമരം നടക്കുന്നുണ്ട്. ആക്ച്വലി ഇവർക്ക് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഈ കോളേജുകളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നുമൊക്കെ ഈ സംഭാവനകളും ഒക്കെ പിരിച്ചിട്ട് ഇവരൊരു വലിയ സ്ഥാപനം അവിടെ കെട്ടിടം കെട്ടിപ്പൊക്കി ആണ് ഇത് ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ശ്രീ ജി സുധാകരൻ സാറ് സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പുന്നപ്ര ചെയ്തതുപോലെ അതൊരു മോഡലായി സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വാശ്രയ കോളേജുകളെ എല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നോക്കണം. കാരണം അവിടെ വിദ്യാർത്ഥികൾക്ക് പിന്നെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നില്ല. ഇത് സ്വാശ്രയ ഒരു പ്രൈവറ്റ് മുതലാളി മുതൽ മുടക്കുമ്പോൾ അയാൾ പഴയ ഫ്യൂഡലിസ്റ്റിനെ പോലെ ക്യാപിറ്റലിസ്റ്റിനെ പോലെ പെരുമാറും. നമ്മുടെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണിത്. ഒരു കാലഘട്ടത്തിൽ ശ്രീ എ കെ ആന്റണിയാണ് ഇത് തുടങ്ങി വെച്ചത്. ഇപ്പോൾ എ കെ ആന്റണി തന്നെ ഇതിനെ ശപിക്കുന്നുണ്ട്, ഇത് അതിൽ വിട്ടു പോകുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ ഈയിടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അത്രമാത്രം ഒരു 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 എഡ്ജിൽ നിൽക്കുകയാണ് നമ്മുടെ സ്വാശ്രയ മേഖല. ഇനി ഇങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാനാവില്ല. ഇതിന് വളരെ ശക്തമായിട്ടുള്ള നിയമം വേണം, നല്ലൊരു സംവിധാനം വേണം. ഇത് നമ്മുടെ സഹകരണ മേഖലയിലേക്ക് മാറ്റാൻ കഴിയുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഡോക്ടർ അരുൺ, ഇവിടെ ജിഷ്ണു എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി മാത്രമാണ്, ഒരു സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ഒരു സാധാരണ വിദ്യാർത്ഥി മാത്രമാണ്. അവിടെ ഒരു വലിയ മാനേജ്മെന്റിന് ഇത്രയേറെ പറയുന്ന ഇത്രയേറെ പണമുള്ള അല്ലെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പിന്റെ ഒക്കെ മേലെ നിൽക്കുന്ന ഒരു മാനേജ്മെന്റിന് അവനൊരു ശത്രുവാണ്. അവനെ ഇല്ലാതാക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ കച്ചവടവൽക്കരണം അടക്കമുള്ള അത്തരത്തിലുള്ള മാനസികാവസ്ഥയൊക്കെ ആകണം. പക്ഷേ പൊതുവിൽ ഇത്തരം പ്രശ്നങ്ങൾ, അതായത് ഇങ്ങനെ കാര്യങ്ങളെ ഇങ്ങനെ നേരിടാം എന്ന നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവായി ഇങ്ങനെ ഒരു നിലപാടില്ലേ? അതിൻ്റെ കൂടി പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും സ്വാശ്രയ മേഖലയിലുള്ള പല സ്ഥാപനങ്ങളിലും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയോ സർക്കാരോ നിഷ്കർഷിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മെന്ററിംഗ് സിസ്റ്റം പോലെ, ഇപ്പോൾ ഒരു അധ്യാപകന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ 4 or 5 കുട്ടികളെ ഓരോ ബാച്ചിൽ നിന്നും അവരുടെ സർവ്വതോന്മുഖവും സമഗ്രവുമായിട്ടുള്ള വികസനത്തിന്റെ ഉത്തരവാദിത്വം ആ അധ്യാപകനാണ്. ആ കുട്ടി അക്കാഡമിക്സിൽ പുറകോട്ട് പോകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അധ്യാപകനാണ്. ആ ഒരു രീതിയിൽ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ, അത് പഠനമായിക്കോട്ടെ മറ്റേതെങ്കിലും മേഖലകളിലായിക്കോട്ടെ വൈകാരിക പ്രശ്നങ്ങളായിക്കോട്ടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരൊരു അക്കൗണ്ടബിലിറ്റി ഉള്ളൊരു വ്യക്തി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, നിഷ്കർഷകൾ എല്ലാ സ്ഥാപനങ്ങളും നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ട സംവിധാനങ്ങൾ, കൗൺസിലിംഗ് സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ കോളേജുകൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അത് നടക്കുന്നില്ല എങ്കിൽ ആ സ്ഥാപനത്തിന്റെ അഫിലിയേഷൻ റദ്ദാക്കാൻ യൂണിവേഴ്സിറ്റി മുൻകൈയെടുക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഒരു അധ്യാപകനെ പോലും അങ്ങനെ ഉപയോഗിക്കുകയാണ്. പ്രവീണിനെ അങ്ങനെ, അതെ, അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്ന. ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ യാതൊരു തരത്തിലുള്ള വൈകാരികമായ ബന്ധവുമില്ലാതെ അവർ രണ്ടുപേരും ശത്രുപക്ഷത്ത് നിൽക്കുന്ന രീതിയിലാണ് ഒരു പക്ഷേ ഈ പറഞ്ഞു കേട്ടിടത്തോളം ആ കോളേജിന്റെ മാനേജ്മെന്റ് ഇതിനെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. അത് വളരെ അനാരോഗ്യകരമായിട്ടുള്ളൊരു പ്രവണതയാണ്. അപ്പൊ ഇവിടെ ഓരോ ബാച്ചിൽ നിന്ന് വരുന്ന കുട്ടികളും 4 or 5 കുട്ടികളെ ഒരു അധ്യാപകന്റെ ചുമതല, ഒരു മെന്ററിംഗ് രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്ന സ്ഥാപനങ്ങൾ, സർക്കാർ മേഖലകളിലെ പല സ്ഥാപനങ്ങളും അങ്ങനെ നടന്നു വരുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും അധ്യാപകർക്ക് തിരിച്ചറിയാനും തുടക്കത്തിലെ ഇടപെടാനും പരിഹരിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം വരണം. അത്തരത്തിലുള്ള ചില മാനദണ്ഡങ്ങൾ സ്വാശ്രയ കോളേജുകൾക്ക് വേണ്ടി വരേണ്ടതുണ്ട്. അത് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കാത്ത സ്ഥാപനങ്ങളുടെ അഫിലിയേഷൻ റദ്ദാക്കുന്ന അടക്കം ഉള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് നടക്കാത്ത സ്ഥാപനങ്ങളെ ഈ സഹകരണ മേഖല പോലെയുള്ള ഏതെങ്കിലും സർക്കാരിന് കൂടുതൽ നിയന്ത്രണമുള്ള ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. ആനന്ദ്, ഇവിടെ ഒരു വിഷയമുണ്ട്. അതായത് സ്വാഭാവികമായും നമ്മുടെ ക്യാമ്പസുകളിലെ പ്രശ്നങ്ങളിൽ ഇപ്പോൾ KSU ആയാലും അല്ലെങ്കിൽ SFI ആയാലും മറ്റ് വിദ്യാർത്ഥി സംഘടനകളായാലും പ്രശ്നങ്ങൾ ഇടപെടാറുണ്ട്, സമരങ്ങൾ നടത്താറുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നിന്നൊരു തലം ഇത്തരം വിഷയങ്ങളിലില്ലേ? ക്യാമ്പസുകളിലേക്ക് മാത്രമായി ഒതുങ്ങി പോകുന്നുണ്ടോ ഇവിടെ പലപ്പോഴും ഇത്തരം പ്രതിഷേധങ്ങൾ? അല്ല, ഇതിപ്പോൾ ലോ അക്കാഡമി, ജിഷ്ണു ആണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രേരക ശക്തിയെങ്കിൽ പോലും ലോ അക്കാഡമി സമരം ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് കേരളത്തിൽ തുറന്നു തന്നത്. കാര്യം മറ്റൊന്നുമല്ല, യോജിക്കേണ്ട മേഖലകളിൽ വിദ്യാർത്ഥി സംഘടനകൾ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെതിരെ മുദ്രാവാക്യം വിളിച്ച് ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തോടു കൂടി മുന്നേറുന്ന ഒരു കാഴ്ചയുണ്ടായി. അതേ ഒരു ഇത് തന്നെയാണ് ഇന്ന് പല സ്ഥലങ്ങളിലും പല ക്യാമ്പസുകളിലും ഇന്ന് മുന്നോട്ട് വരുന്നത്. അവിടെ രാഷ്ട്രീയമില്ല, മറിച്ച്
അവിടെ വിദ്യാർത്ഥി സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് അവിടുത്തെ കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് വിദ്യാർത്ഥി സമൂഹം ചിന്തിക്കേണ്ടുന്ന ഒരവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത്. 2, ഞാൻ പറയുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വെറും ഒരു ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. ഇതിനകത്ത് കൊലക്കുറ്റം തന്നെ ഇവരുടെ മേൽ ചുമത്തണമെന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാര്യം ഞാൻ KSUവിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല. ഇതിനകത്ത് ഈ കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണമാക്കി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാൽ പ്രാക്ടീസ് നടത്തി എന്ന് പറയുന്ന ഒരു സാഹചര്യം. ആ മാൽ പ്രാക്ടീസ് നടത്തി എന്ന് പറയുന്ന സാഹചര്യത്തിൽ അതിന് യാതൊരുവിധ തെളിവോ സാധാരണ യൂണിവേഴ്സിറ്റിയുടെ സ്ക്വാഡാണ് വന്ന് ഈ കുട്ടികളെ പിടിക്കുന്നത്. മറിച്ച് കോളേജുകാർ തന്നെ ആ കുട്ടിയോട് പറയുകയാണ് നിൻ്റെ ഇന്ന് ഇത് പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. പക്ഷേ ആ റിപ്പോർട്ടിൽ യാതൊരുവിധ ഫൈൻഡിങ്സും ഇല്ലാത്ത സാഹചര്യത്തിൽ ആ കുട്ടി ഒരു പാവം ചെറുപ്പക്കാരൻ്റെ ജീവനാണ് അവിടെ പൊലിഞ്ഞത്. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിൽ ആ കുട്ടി എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ഒന്നുകിൽ ആ കുട്ടി മരിച്ചതാകാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വളരെയധികം സസ്പീഷ്യസ് ആയിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. ഒന്ന്, ആ കുട്ടിയുടെ മൃതദേഹത്തിൽ കണ്ട പാടുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് സർജൻ്റെ അഭാവം, അതുപോലെ തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസിൻ്റെ നടപടിയിൽ വന്നിട്ടുള്ള വീഴ്ചകൾ, ഇത് എല്ലാം അതിനകത്ത് പരിശോധിക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ഇതിനെ കുറച്ചുകൂടി ഇപ്പോൾ അന്വേഷിക്കുന്നതിൽ തൃപ്തരല്ല എന്നുള്ളതല്ല, മറിച്ച് ഇതിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഹയർ ഗ്രേഡിലുള്ള ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറയേണ്ടത്, ഞങ്ങളിവിടെ സമരം നടത്തുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. വിദ്യാർത്ഥികളുടെ അക്കാഡമിക് തലത്തിൽ നോക്കുമ്പോൾ അവർക്ക് തുടർന്നും എത്രയും വേഗം ക്ലാസ്സിലിരുന്ന് പഠിക്കേണ്ടുന്ന ഒരവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഉടനെ ക്ലാസ്സുകൾ ആരംഭിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാകണം. അടുത്തത്, അവസാന കുട്ടിക്ക് വരെ, ഇപ്പോൾ അതിലുൾപ്പെടെയുള്ള അവസാന കുട്ടിക്ക് വരെ അവിടെ നീതി കിട്ടി എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ മാനേജ്മെൻറ്റൊക്കെ ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അകത്താകും എന്ന് അത് കാത്തിരുന്ന് കാണേണ്ട സംഭവമാണ്. എന്നിരുന്നാൽ പോലും അവസാന കുട്ടിക്ക് വരെ നീതി ലഭിച്ചു എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ കഴിയണം. അതുപോലെ തന്നെ ജിഷ്ണുവിൻ്റെ അമ്മയ്ക്കും അവരുടെ കുടുംബത്തിനും തൃപ്തികരമാകുന്ന തരത്തിൽ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ സമരരംഗത്തേക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഞങ്ങൾ അവസാനിപ്പിച്ചിട്ട് പോകാനായിട്ടല്ല. ഇത് കൃത്യമായ ലക്ഷ്യമുണ്ട്. അവസാന കുട്ടിക്ക് വരെ ഇനി ഒരു ജിഷ്ണു പ്രണോയ് ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു അഞ്ജന സഞ്ജിത്ത് എന്ന് പറയുന്ന കുട്ടി, അതും ഇതേപോലെ നമ്മൾ ആ സമയത്ത് ചർച്ച ചെയ്തപ്പെട്ട ഇതേ ഫ്ലോറിൽ വന്നിരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയമാണ്. ആ കുട്ടിയുടെ വിഷയം അന്ന് ഇതേപോലെ ഒരു വലിയ സമരത്തിലേക്ക് പോകാതെ പോയതാണ്. ആ കുട്ടിയുടെ മരണം ഇന്ന് വീണ്ടും ഒരു ജിഷ്ണു പ്രണോയിലൂടെ ആവർത്തിക്കപ്പെട്ടത്. ഇനി ഇതേപോലുള്ള മരണങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല. നിലവിൽ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വിദ്യാർത്ഥി ഐക്യം എല്ലായിടത്തും എത്തണം, ഒരുമിച്ച് സമരത്തിലെത്തണം എന്നുള്ളത് വളരെ പ്രതീക്ഷകരമായിട്ടുള്ളൊരു നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. പക്ഷേ മനസ്സിലാക്കേണ്ടത്, ഈ സമരങ്ങളെല്ലാം എന്തേ ഏറ്റെടുക്കാൻ വൈകുന്നു? SFI ഏറ്റെടുത്ത് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ഐക്യമായി ഞങ്ങളുടെ പിന്തുണയായിട്ട് ഞങ്ങളോടൊപ്പം വരുന്നതിനെ ഞങ്ങൾ നന്നായി 2 കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. എങ്കിലേ ഈ സമരത്തിൽ SFIയെ കൂടുതൽ, ഈ സമരത്തിൽ ഞാൻ അദ്ദേഹം ഇടപെട്ടില്ല, ഞാൻ ഈ സമരത്തിലെങ്കിലേ കൂടുതൽ SFIയെ വിമർശിക്കുവാനും, ഏത് ഭാഗത്തു നിന്ന് SFIക്കെതിരെയുള്ള വിമർശനമാകുമ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ അടക്കമുള്ളവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രൂശിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കപ്പെടുന്ന ആൾക്കാരടക്കം ഈ സമരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അത് ഞങ്ങൾ വലിയ സ്നേഹത്തോടെ തന്നെ നിങ്ങളെയും സ്വാഗതം ചെയ്യുക. നിങ്ങളത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നിങ്ങൾ അതിനോടൊപ്പം ചെയ്യണം. പക്ഷേ ഞങ്ങൾക്കിവിടെ ലക്ഷ്യമുള്ളത് ഈ കേരളത്തിനകത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത്, മാനേജ്മെൻറ്റുകളിൽ നിന്ന് കൈയാള വെച്ചിരിക്കുന്ന ഈ സ്ഥാപനങ്ങൾക്കകത്ത് ഒരു കാലഘട്ടത്തിൽ യാതൊരു മാനദണ്ഡവുമില്ലാതെ ഏത് രീതിയിലും ആർക്കും കശുവണ്ടി ഫാക്ടറി തുടങ്ങുന്നത് പോലെ തുടങ്ങി അവിടെ തൊഴിലാളികളെ വെക്കുന്നത് പോലെ വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ആ വിദ്യാർത്ഥികളെ ഏത് രീതിയിലും പീഡിപ്പിക്കാൻ കഴിയും എന്നുള്ള നിലയ്ക്കായി ഇവിടുത്തെ അഡ്മിഷനും അല്ലെങ്കിൽ ഈ സ്വാശ്രയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ അനുമതി കൊടുത്തത്. ആ കാലഘട്ടത്തിൽ തുടക്കം മുതലേ ഞങ്ങൾ SFI പറയുന്നുണ്ട് അത് തെറ്റായ നിലപാടാണെന്ന്. പക്ഷേ ഇവിടെ ആരും പറയാൻ തയ്യാറായിട്ടില്ല. അത് അവസാനം ഇപ്പോൾ കുപ്പിയും തുറന്നു വിട്ട ഭൂതം ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത രീതിയിൽ വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അതിനിടയിൽ പ്രക്ഷോഭവും പ്രതിഷേധവുമായി ഞങ്ങൾ നിന്നപ്പോൾ ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം നിങ്ങൾ. അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. മറ്റൊന്ന്,
ഇവിടെ ഇപ്പം നിലവിൽ സർവകലാശാല അക്കാഡമിക് രംഗത്തടക്കമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. SFI കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നിലവിൽ ഇന്റേണൽ അസസ്മെന്റ് സംവിധാനം അവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികളെ മാത്രം നിയന്ത്രിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. എന്നാൽ നിലവിൽ അതിൻ്റെ എല്ലാം ആന്തരികമായ പരിശോധന നടത്തിയാൽ ഇന്റേണൽ സംവിധാനത്തിനകത്ത് വിദ്യാർത്ഥികളെ എങ്ങനെയാണോ അവരുടെ ഇന്റേണൽ പ്രവർത്തനങ്ങൾ വീക്ഷിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ അധ്യാപകന്റെ നിലവാരം തിരിച്ച് പരിശോധിക്കാനുള്ള സംവിധാനവും ഉള്ളതാണ് ഇന്റേണൽ അസസ്മെന്റ് സംവിധാനം. എന്നാൽ ഇന്ന് കേരളത്തിനകത്തുള്ള എല്ലാ സർവകലാശാലകൾക്കകത്തും ഇത് നടപ്പിലാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികളെ മാത്രമെന്നുള്ളത്. പലപ്പോഴുമായി SFIയുടെ വിദ്യാർത്ഥി പ്രതിനിധികൾ അക്കാഡമിക് രംഗത്തടക്കം അക്കാഡമിക് കൗൺസിലടക്കമുള്ള സർവകലാശാലയുടെ അക്കാഡമിക് കൗൺസിലടക്കം ഈ ഭാഗം കൊണ്ടുവന്നതാണ്. പക്ഷേ അക്കാഡമിക് കൗൺസിൽ ഭൂരിപക്ഷമുള്ള അധ്യാപകരടക്കമുള്ളവർ അത് എവിടെയോ ആയിക്കോട്ടെ ആ അധ്യാപകർ അതിനെ തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥികളെ മാനസികമായി പിടിച്ചു കെട്ടുന്നത് സമ്മർദ്ദത്തിലാക്കുന്നതിന് ഇത് കാരണമായി മാറും. മറ്റൊന്ന്, രണ്ടാമത്തെ ഒരു ഭാഗം, ഈ ക്യാമ്പസുകൾക്കകത്തെല്ലാം മാനേജ്മെന്റ് സംഘടിതമായിട്ടുള്ളതാണ് അവിടെ നടക്കുന്നത്. ഇടിമുറികളും അല്ലെങ്കിൽ ഇതുപോലെ ഗുണ്ടാ സംഘങ്ങളും സജിത്തിനെ പോലുള്ള അടക്കമുള്ളവർ ഗുണ്ടാ സംഘങ്ങൾ സംഘടിതമായിട്ടാണ് അതിനകത്ത് നിൽക്കുന്നത്. വിദ്യാർത്ഥികളെ സംഘടിക്കുവാൻ, വിദ്യാർത്ഥികളുടെ സംഘടനാ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ സംഘടനാ സ്വാതന്ത്ര്യത്തിനെ സംഘടിക്കുവാനുള്ള അവസരത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം നമുക്ക് കൃത്യമായി കാണേണ്ടതുണ്ട്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് എല്ലാവിധ സ്വാതന്ത്ര്യവും ഈ കലാലയങ്ങൾക്കകത്ത് അനുവദിക്കേണ്ടതുണ്ട്. ഈ സ്വാശ്രയ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾക്കകത്ത് ഉണ്ടാകുന്നത് പോലെ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് ഇത്രയും വലിയ പീഡനങ്ങൾ ഉണ്ടാകുന്നില്ല. കാരണം അവിടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ടാകുന്നുണ്ട്. പിന്നെ നിങ്ങൾ KSU അടക്കമുള്ള മറ്റു വിദ്യാർത്ഥി സംഘടനകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കലാലയത്തിലും നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ആശയപരമായ രംഗം ഒടിയുമ്പോൾ കുപ്രചരണങ്ങളുടെ ഞങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളോടൊപ്പം വിദ്യാർത്ഥികളെ നിർത്തുവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ SFI ആക്രമിച്ചാൽ നിങ്ങളോടൊപ്പം വിദ്യാർത്ഥികൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതപ്പെടേണ്ട യാതൊരു കാരണവശം ഇല്ല. ഇന്ന് അക്കാഡമിക്കകത്തടക്കം നിങ്ങൾ പറഞ്ഞിരുന്നത് SFIയെ എല്ലാവരും തള്ളി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥി ഐക്യമടക്കമുള്ള എല്ലാം ഒരുമിച്ച് നിന്നിട്ടും അവിടെ SFIയെ സ്വീകരിച്ച വിദ്യാർത്ഥികളുടെ അപ്പുറം നിങ്ങൾക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലല്ലോ. ചാനലിൽ വന്നിരുന്നത് എന്തെങ്കിലും സത്യമായി പറയാനുള്ള എന്തെങ്കിലും അങ്ങ് പറഞ്ഞിട്ട് പോകരുത്. അല്ല എന്തെങ്കിലും അങ്ങ് പറഞ്ഞിട്ട് പോകരുത്. ഈ ചാനലുകൾക്കകത്ത് ഇന്ന് രാവിലെ മനോരമ അടക്കം SFI ആക്രമിച്ചുകൊണ്ടിരുന്ന ഏഷ്യാനെറ്റും മനോരമ അടക്കമുള്ള ചാനലുകൾക്കകത്ത് ആ ദൃശ്യങ്ങൾ കാണിച്ചല്ലോ. ആ വീഡിയോ ക്ലിപ്പ് ഇപ്പൊ ഞാൻ വേണമെങ്കിലും ഇപ്പൊ ഫേസ്ബുക്കിനകത്ത് കയറി കേരള ലോ അക്കാഡമി എന്നുള്ള പേജിനകത്ത് സെർച്ച് ചെയ്താൽ ആർക്കും കാണാനുള്ളതേ ഉള്ളൂ. അതിനിപ്പോ എടുത്തു അതെ ഞാൻ പറഞ്ഞല്ലോ, ആ പേജിനകത്ത് കയറി ഒന്ന് കേരള ലോ അക്കാഡമി എന്നുള്ള പേജിനകത്ത് കയറി ഫേസ്ബുക്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ആർക്കും സംശയം ഉണ്ടെങ്കിൽ പരിശോധിക്കാവുന്നേ ഉള്ളൂ. ഒന്ന് കയറി പരിശോധിച്ച് നോക്കൂ. എന്റെ വാദം തെറ്റാണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ എടുത്തോട്ടെ. എല്ലാ സംഘടനയിൽ നിന്ന് അത്രയും വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിനേക്കാൾ SFI സ്വീകരിച്ചു. നിങ്ങൾ മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രചരണം തെറ്റാണെന്നുള്ള തെളിവാണത്. ഇനി ജനാധിപത്യപരമായി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കും. ഞങ്ങൾ വെല്ലുവിളിക്കാം. ഞങ്ങൾ പറയാണ് നിങ്ങൾക്ക് സിൻഡിക്കേറ്റിൽ ഭൂരിപക്ഷമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് ചർച്ച നടത്തി. ഞങ്ങൾ പറയുന്നു അവിടെ അടുത്ത ആഴ്ച തന്നെ ഇലക്ഷൻ വെക്കാനുള്ള ഏർപ്പാട്, അതിനുള്ള ചങ്കൂറ്റം SFI കൊണ്ടുവന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇലക്ഷൻ നടത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നടത്തണം, വെല്ലുവിളിക്കുകയാണ്. പ്രതിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അവിടെ ഇലക്ഷൻ നടത്തണം, നമുക്ക് ബാലറ്റിലൂടെ കാണാം. ഞങ്ങൾ ആ രംഗത്ത് എത്രയും വേഗം ഇലക്ഷൻ നടത്തണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് രജിസ്ട്രാറിനെ കണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ ഇപ്പൊ വിദ്യാർത്ഥികളുടെ LLB പരീക്ഷ നടക്കാനുള്ള ആ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ തെരഞ്ഞെടുപ്പ് നടത്താൻ നിങ്ങൾ ആവശ്യപ്പെടും. ഞാൻ തിരികെ എത്താം. അതുൽ, ഏതായാലും ഇതോടനുബന്ധിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും, മറ്റു കാര്യങ്ങളിലേക്കും പോകും. കോളേജിന് മറ്റു കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇടിമുറി അടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ? നേരത്തെ താങ്കൾ പറഞ്ഞു ഈ 12 ലിസ്റ്റാണ് ഉള്ളത് എന്ന്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? അതിൽ എത്രത്തോളം ഇപ്പോൾ മുന്നോട്ട് പോകാനായിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയാണ്. അതുൽ, ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ ജിഷ്ണുവിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ ആവശ്യം. അതിന്റെ ഒരു ആദ്യഘട്ടം എന്ന രീതിയിൽ ഈ പറയുന്ന പോലെ 5 പേർക്കെതിരെ കേസെടുക്കുകയും ഇനി അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്ന ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കുന്ന ഒരു യൂണിയനാണ് ഞങ്ങൾക്ക് കോളേജ്. ഞങ്ങൾക്ക് സംഘടിച്ച് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രശ്നം വിദ്യാർത്ഥികളാൽ തന്നെ ഉന്നയിക്കപ്പെടാൻ ഒരു വേദി, അതൊരു യൂണിയനിലൂടെ ഞങ്ങൾക്ക് വേണം. അതാണ് ആദ്യത്തെ ആവശ്യം തന്നെ. രണ്ടാമത്തെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രോപ്പർലി വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു PTA. ആ PTA എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന പോലെ മാനേജ്മെന്റിനെ താങ്ങി നിൽക്കുന്ന കുറച്ച് പാരന്റ്സ് മാത്രം നടത്തുന്നതല്ല, ഒരു ജനറൽ ബോഡി വെച്ച് അതിൽ നിന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തിരഞ്ഞെടുത്ത് നടത്തുന്ന ഒരു PTA. പിന്നെ ജിഷ്ണു എന്ന് പറയുന്ന വിദ്യാർത്ഥി
ജിഷ്ണു മെമ്മോറിയൽ ഒരു ലൈബ്രറി ഉണ്ട് അവിടെ ഞങ്ങൾക്ക്. ആ ലൈബ്രറിക്ക് ജിഷ്ണു മെമ്മോറിയൽ ലൈബ്രറി എന്ന പേരിടണം. കാരണം നാളെ ആ കോളേജ് അവിടെ ഉണ്ടെങ്കിൽ ഒരു 50 വർഷം കഴിഞ്ഞാലും 100 വർഷം കഴിഞ്ഞാലും വിദ്യാർത്ഥികൾ ചോദിക്കണം ഈ ജിഷ്ണു പ്രണോയ് മെമ്മോറിയൽ ലൈബ്രറി എന്ന് പറയുന്ന എന്തുകൊണ്ട് ആ പേരിട്ടു എന്ന് ചോദിക്കണം. അപ്പോൾ അവരവിടെ പറയണം, കാരണം ജിഷ്ണു എന്ന വിദ്യാർത്ഥി മരിച്ചത് നെഹ്റു കോളേജിന്റെ ആക്രമണങ്ങൾ, അതായത് ഈ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ നടന്ന നെഹ്റു കോളേജ് മാനേജ്മെന്റ് ആക്രമണങ്ങളാൽ കൊല്ലപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് ജിഷ്ണു എന്ന് അതിന്റെ ഓർമ്മയ്ക്ക്, അവന്റെ ഓർമ്മയ്ക്കാണ് ഈ ലൈബ്രറി എന്നും നാളെ വിദ്യാർത്ഥികൾ സംസാരിക്കണം അവനെ കുറിച്ച്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ആദ്യത്തെ നടപടി ഈ പറഞ്ഞ ഈ 5 പേർക്കെതിരെ കേസെടുത്തു. ഈ പറയുന്ന പോലെ ഈ കൃഷ്ണദാസ് എന്ന് പറയുന്ന ഗുണ്ട അയാളുടെ കോളേജാണ്, അയാളുടെ കോളേജിൽ നിന്ന് നമുക്ക് പുറത്താക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അത് ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം ഇനി ആ കോളേജിൽ വേണോ അല്ലെങ്കിൽ ആ കോളേജ് ഇനിയും നടത്തിക്കൊണ്ടു പോകണോ എന്ന കാര്യം. അതിനൊഴിച്ചു നിർത്തിയാൽ PRO സഞ്ജിത്ത് വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു മുഴുവൻ ഗുണ്ട എന്ന് പറയാം. മുൻ മന്ത്രി KP വിശ്വനാഥന്റെ മകനായ സഞ്ജിത്ത് വിശ്വനാഥൻ എന്ന ഗുണ്ടയെ പുറത്താക്കുക, അതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന്. പിന്നെ CP പ്രവീൺ, പിന്നെ വൈസ് പ്രിൻസിപ്പൽ എന്ന അവിടുത്തെ ഒരു അയാൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി പോലും ഇല്ല. അയാളെ അവിടെ നിർത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികളെ കൺട്രോൾ ചെയ്യാൻ. അയാൾക്ക് വേറെ എന്തോ ഡിഗ്രിയാണുള്ളത്, BTechോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗുമായിട്ടോ യാതൊരു ഡിഗ്രി ഇല്ല അയാൾക്ക്. അവിടെ പിള്ളേരുടെ മേത്ത് കുതിര കയറാനും മറ്റുമാണ് അദ്ദേഹത്തെ അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറെ മാറ്റങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ, അതായത് ഒരു പൊടി താടി, ഒരു പൊടി മുടി കൂടി പോയി കഴിഞ്ഞാൽ അവിടെ 500ഉം 1000ഉമാണ് ഫൈൻ അവിടെ വാങ്ങുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 18 വയസ്സ് മുതൽ 24-25 വയസ്സുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എന്ന രീതിയിലാണ് അവിടെ ഓരോ വിദ്യാർത്ഥികളോടും ഈ മാനേജ്മെന്റും അതിന്റെ താഴെ പെരുമാറുന്ന ചുരുക്കം ചില അധ്യാപകരും അവിടെ പെരുമാറുന്നത്. ഇപ്പോഴും ഈ പറയുന്ന ഒരു അധ്യാപകരുടെ ഒരു ഗുണ്ടാ സംഘം തന്നെ അവിടെയുണ്ട്. എന്നാൽ നമുക്ക് പറയാം ഒരു ചുരുക്കം ചില അധ്യാപകർ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്ത് വിദ്യാർത്ഥികളുടെ ആശയങ്ങളെ പൂർണ്ണ പിന്തുണ നൽകുന്ന ചുരുക്കം ചെറിയ വിദ്യാർത്ഥികൾ. സാർ, ഇവിടെ ഒരു കൃഷ്ണദാസിനെ പറഞ്ഞ പോലെ മാറ്റി നിർത്താനാകില്ല, അദ്ദേഹത്തിന്റെ കോളേജ് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടി സർക്കാരിന് എടുക്കാനാകും, അത് സർക്കാർ പരിശോധിക്കേണ്ടി വരും. പക്ഷെ ഇതുവരെ ഈ വിഷയത്തിൽ സർക്കാർ എടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഇന്റേണൽ മാർക്കിന്റെ വിഷയത്തിലായാലും അതുപോലെ തന്നെ ഇത്തരം കോളേജുകളിൽ നിരീക്ഷണം നടത്തുമെന്നതടക്കമുള്ള കാര്യങ്ങളായാലും അതൊക്കെ കാണാതെ പോകുന്നുണ്ടോ? പലപ്പോഴും ഒരു സർക്കാരിന്റെ കാലയളവിൽ സ്വാഭാവികമായും ഒരു പ്രശ്നം നടന്നാൽ ആ സർക്കാരിന്റെ തലയിലേക്ക് എല്ലാ കാര്യങ്ങളും വെച്ച് ചാരാനുള്ള ഒരു ശ്രമം പല ഘട്ടങ്ങളിലും നടക്കാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. സർക്കാർ ചെയ്ത കാര്യങ്ങൾ കാണാതെ പോകും. ഇതെല്ലാം ഗവൺമെന്റ് പിന്നെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോ തന്നെ ഇടപെടണമെന്നില്ല. കാരണം ഇപ്പോൾ ഈ അസൈൻമെന്റിന്റെ കാര്യങ്ങൾ തന്നെ അതിനൊരു ചില വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് നമ്മൾ അസൈൻമെന്റ് മാർക്കിട്ട് കഴിയുമ്പോൾ ആ കുട്ടിയുടെ ഒപ്പ് വാങ്ങിക്കണം, അപ്രൂവൽ വാങ്ങിക്കണം. ആ കുട്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് പരാതി കൊടുക്കാം. അത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അവിടെ പ്രിൻസിപ്പലോ ആരാണ് അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളെന്ന് വെച്ചാൽ അത് വീണ്ടും റിവ്യൂ ചെയ്യപ്പെടണം. റിവ്യൂ ചെയ്യപ്പെട്ടിട്ട് ആ കുട്ടിക്ക് കൂടുതൽ മാർക്കിന് അർഹതയുണ്ടെങ്കിൽ അത് കൊടുക്കണം. ഇതില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അപ്രോച്ച് ചെയ്യാം കുട്ടിക്ക്. അപ്പോൾ അങ്ങനെ ധാരാളം പ്രൊസീജിയറുണ്ട്. അപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റിൽ പിന്നെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോ ഇടപെടണമെന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സർവകലാശാല തലത്തിൽ തന്നെ പരിഹരിക്കാൻ വേണ്ടി ധാരാളം സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഇവിടെ വിദ്യാർത്ഥികൾ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണ് മാനേജ്മെന്റിനെ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഭാവി നശിച്ചു പോവുമോ, ഒറ്റപ്പെട്ടു പോവുമോ, വേറെ ആരും ചോദ്യം ചെയ്യുന്നവരെ വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. എനിക്ക് തോന്നുന്നു ജിഷ്ണുവിൻ്റെയൊക്കെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. വേറെ ആരും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാനില്ല. എവിടെ പോവും, ആരോട് പറയും, എന്ത് ചെയ്യും? ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില പോസ്റ്ററുകളിൽ SFIയുടെ സഹായം തേടി ആ കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരുമില്ല. കാരണം അവിടെ സ്റ്റുഡൻസിന് യാതൊരു തരത്തിലുള്ള യൂണിയൻ ഇല്ല, ഒരു വിദ്യാർത്ഥി യൂണിയനും അവിടെ ഇല്ല. ആരാണ് ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ? അവർ നിസ്സഹായരാണ്. അവിടെയാണ് ഡോക്ടർ അരുൺ അവസാനമായി, അതായത് ആദ്യം ഇത്തരം കോളേജുകൾ ശ്രമിച്ചത് അവിടെ ഒരു യൂണിയൻ ഉണ്ടാകാതിരിക്കാനാണ്. SFI ആകട്ടെ, KSU ആകട്ടെ, ABVP ആകട്ടെ, ഏത് സംഘടനകളും ആയിക്കോട്ടെ. ഇവിടെ ഇപ്പോൾ അതുലിനെ പോലെയുള്ള വിദ്യാർത്ഥികൾ പറയുന്നു അവിടെ യൂണിയൻ വരേണ്ടതുണ്ട് എന്ന്.
രാഷ്ട്രീയമല്ല അവർ സംസാരിക്കുന്നത്, അവർക്ക് അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സ്പേസ് ആണ്. അങ്ങനെയുള്ള മുറവിളികൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ധൈര്യമായി സംസാരിക്കാനുള്ളൊരു സ്പേസ് ആണോ ഇങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ ജിഷ്ണുവിന്റെ മരണത്തോടു കൂടി ആയാലും ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഏത് സ്ഥാപനമായാലും, സ്വാശ്രയമായാലും സർക്കാരായാലും വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകൾ ഉണ്ടാകണം. അത് അവരുടെ ഒരു വ്യക്തിത്വ വികസനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അവർ ചർച്ച ചെയ്യുന്നു, ആലോചിക്കുന്നു, സംഘടിപ്പിക്കുന്നു, ആശയപരമായ സംഘടനകളിൽ ഏർപ്പെടുന്നു. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വളരുകയാണ്, ഒരു സമൂഹം എന്നുള്ള നിലയിൽ വളരുകയാണ്. നാളെ ഒരു വിദേശ രാജ്യത്തോ ഏതെങ്കിലും ഒരു വലിയൊരു സ്ഥലത്തോ ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് ആർജിച്ചെടുത്ത അനുഭവ സമ്പത്ത് തീർച്ചയായിട്ടും അവർക്ക് ലോകത്തിന്റെ മുൻപിൽ തലയുയർത്തി നിർത്താനായിട്ട് വളരെയധികം അവരെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഈ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, സർവകലാശാലകൾ തുടങ്ങിയ ആളുകൾ ഈ ഒരു ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ അധ്യാപകരുടെ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ മറ്റൊരു കാര്യം, ഈ ഇന്റേണൽ അസസ്മെന്റിന്റെ ഭാഗമായി അധ്യാപകരുടെ പ്രവർത്തനങ്ങളും അവരുടെ ആ ഒരു തൃപ്തികരമാണോ അവരുടെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം, അതും നിരീക്ഷിക്കപ്പെടണം, അതും വിലയിരുത്തപ്പെടണം. അതിൽ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ അധ്യാപകരുടെ നടപടികളിൽ മാറ്റം വരുത്തേണ്ട ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതും ആവശ്യമാണ്. ഇതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഈ രക്ഷാകർത്താക്കൾ ഈ കോളേജുകളിൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത ശേഷം മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം മാറണം. PTA പോലെയുള്ള സംഗതികളിൽ അച്ഛന്മാരും അമ്മമാരും സജീവമായിട്ട് പങ്കെടുക്കണം. എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാനുള്ള വേദികൾ ഉണ്ടാവണം. അല്ലാതെ കുട്ടികളെ ഇവിടെ പ്രൊഫഷണൽ കോളേജ് ചേർത്തതിന് ശേഷം ഇനി അവർ തന്നെ പഠിച്ചുകൊള്ളും, ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുകയും ചെയ്യരുത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിലൊക്കെ ആശാസ്യമായ പുരോഗതി ഉണ്ടാവുമെന്നാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ച ഡോക്ടർ അരുൺ ബി നായർ, ഒപ്പം തന്നെ പ്രദീൻ സാജ് കൃഷ്ണ, പ്രൊഫസർ ഗോപിനാഥൻ, ശ്രീ ആനന്ദ്, അതുൽ ജോസ്. ഏതായാലും ചർച്ച പൂർണ്ണമാവുകയാണ്. ഏതായാലും ജിഷ്ണുവിൻ്റെ മരണത്തോടനുബന്ധിച്ചുള്ള സംഭവിച്ച കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇനി കുറ്റക്കാരുടെ അറസ്റ്റാണ് വേണ്ടത്. അതിനുമപ്പുറം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠിത്തം മുടങ്ങാതെ തന്നെ അവർക്ക് പഠിക്കേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കും. വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവുകൾ കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.